friends, welcome to my YouTube channel Kerala Cuisine. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഐ ആം ശ്രീകുട്ടിയാരും യുഎസിൽ സെറ്റിൽഡ് ആണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സിമ്പിൾ ഡെസേർട്ട് റെസിപ്പി ആയിട്ടാണ്. റവയും ഷുഗറും നമ്മുടെ വീട്ടിൽ എപ്പോഴും കണ്ടുവരുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്കൊരു റവ കേസരി ഉണ്ടാക്കാം. റവ കേസരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നതാണ് നല്ലത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഗീ റവ കേസരിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. എത്ര നെയ്യ് ചേർക്കുന്നോ അത്രയും കേസരി നല്ല സോഫ്റ്റായിട്ട് വരും. ഇപ്പം നെയ്യെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കണം. കാഷ്യൂ നട്ട് എല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും സ്റ്റൗ ഒരു ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ റൈസിൻസും കാഷ്യൂ നട്ടും എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ആ ഗീയിലേക്ക് റവ ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. 240 ml കപ്പാണ്. ഇത് ഓൾറെഡി ഫ്രൈ ചെയ്തിട്ടുള്ള റവയാണ്. എന്നാലും ഒന്നുകൂടെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു റോ സ്മെല്ലൊക്കെ പോകുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്യാം നമുക്ക്. റവയുടെ കളറൊന്നും ചേഞ്ച് ആവേണ്ട കാര്യമില്ല. എന്നിട്ട് ഈ ഫ്രൈ ചെയ്ത റവയും നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. റവ എടുത്തിട്ടുള്ള സെയിം കപ്പിലാണ് ഞാൻ വെള്ളവും മെഷർ ചെയ്തിട്ടുള്ളത്. 240 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു പിഞ്ച് കുങ്കുമപ്പൂവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, എന്നാലും കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. നല്ലൊരു ഫ്ലേവറാണ് കുങ്കുമപ്പൂ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കേസരിക്ക്. അതിനുശേഷം ഞാനൊരു നുള്ള് കളർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളർ ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ടൈമിൽ നോർമലി കളറൊന്നും ചേർക്കാറില്ല. ഈ കുങ്കുമപ്പൂയിൽ നിന്ന് തന്നെ ഒരു ലൈറ്റ് യെല്ലോ കളർ വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന റവ കൂടെ ചേർത്ത് കൊടുക്കാം. റവ ആഡ് ചെയ്യുമ്പോൾ ഒപ്പം ഇളക്കി കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരു ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. കട്ടയൊന്നും പിടിക്കാതെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ടൈമിൽ ഒരു നുള്ളു കൂടെ കളർ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് കളർ ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരും. ആ ടൈമിൽ നമുക്ക് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 240 ml കപ്പിൽ 1.5 കപ്പ് പഞ്ചസാര, 1 to 1.5 കപ്പ് പഞ്ചസാര നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേസരിയൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. നല്ലൊരു പാനിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ടുപോരും. അതാണ് കറക്റ്റ് പാകം. ആ സമയത്ത് ഒരു പിഞ്ച് ഏലക്ക പൊടിച്ചതാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഏലക്ക പൊടിയും പിന്നെ ആ കാഷ്യൂ നട്ടും റൈസിൻസും ഒക്കെ ഫ്രൈ ചെയ്ത് വെച്ചതൊക്കെ നമുക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യുന്നതാണ് ഇപ്പോഴും നല്ല ടേസ്റ്റ്. ഇനി ഇപ്പോൾ കഴിക്കാൻ ടൈമില്ലെങ്കിൽ കഴിക്കുന്ന ടൈമിൽ ഒന്ന് മൈക്രോവേവ് ചെയ്ത് കഴിച്ചാലും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും കേസരി റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.